എന്റെ പൊന്നു ബിഗ് ബോസ് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. തന്നെ നോമിനേഷനിൽ ഞാൻ വന്നിരിക്കുകയാണ്, എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കണേ എന്ന് പറഞ്ഞുള്ള വീഡിയോ ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്ത് ശരിക്കും ഉത്തരം മുട്ടിപ്പോയി. ഉത്തരം മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയത് ഇതിന്റെ അതായത് ഓരോ നോമിനേഷനിൽ വരുമ്പോഴും ഇതിനുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് അവിടെ കോമഡി ആയത്. എന്റെ പൊന്നു ബിഗ് ബോസ് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. സത്യമായിട്ടും അറിയാണ്ട് ചെയ്തതാണ്. എന്റെ പൊന്നു കസിനെ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇടാണ്ടിരിക്കാം. നീ ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ബിഗ് ബോസിനോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരു 10 ഏത്തെങ്കിലും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. 1 2 8 10. എന്തായാലും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാണ്ട് ചെയ്തതാണ്. എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കസിനോട് ഒരുപാട് തവണ പറഞ്ഞതാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാണ്. എൻ്റെ ഫ്ലൈറ്റ് അടക്കം മിസ്സാവേണ്ടതായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. പൊന്നു കസിന് ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടല്ലേ. നീ ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാതിരിക്കണേ. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല, ഇതിപ്പോ ഇന്നുണ്ടായൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ഞാൻ കളിയാക്കി ഇതൊന്നല്ല കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് ട്രോളാൻ വേണ്ടി കാണിച്ചതാണ്. ഇനിയിപ്പോൾ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. ഇന്നുണ്ടായൊരു സംഭവം എന്തായാലും ബിഗ് ബോസ് ഷോയിലെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായിരുന്നു ലാലേട്ടൻ നിന്ന് രേണു സുധീരുടെ അടുത്ത് ചോദിച്ച ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പ്രേക്ഷകരെ ഒന്നടങ്കം വിഡ്ഢികളാക്കുന്ന പോലെയായിരുന്നു രേണു സുധീരുടെ വോട്ട് ചോദിച്ചിട്ടുള്ള ആ വീഡിയോ. കണ്ട ഒട്ടനവധി പ്രേക്ഷകർ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു സംഭവം അവിടെ നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോകുന്ന ഓരോരുത്തരും ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേര് ചെയ്യും. പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ ചോദ്യം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി നിയമത്തിന് എതിരാണ് എന്നുണ്ടെങ്കിൽ രേണു സുധിയെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ പുറത്താക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്താക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. ഇതൊരു നിയമലംഘനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ലാലേട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് ബിഗ് ബോസിൽ ചോദിച്ചു. രേണു സുധിനെ തേച്ചൊട്ടിച്ചു എന്ന് വേണം പറയാനായിട്ട്. അവിടെ ചെക്കിങ്ങിന് വരെ ആളെ കൊണ്ടുവന്നു ലാലേട്ടൻ. ചെക്ക് ചെയ്ത് റൂമൊക്കെ ചെക്ക് ചെയ്യൂ, അവിടെ ക്യാമറ ഉണ്ടോ എന്ന് നോക്കൂ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അവിടെ വന്ന ആൾക്കാരൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് രേണു സുധീനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവം അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതാണ് കാര്യം എന്നുള്ളത്. എന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ നോമിനേഷനിൽ ഞാൻ വന്നിരിക്കുകയാണ്, എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് സഹായിക്കണേ എന്ന് പറഞ്ഞുള്ള വീഡിയോ ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ലാലേട്ടൻ വെറുതെ അത് ചോദിക്കല്ല ചെയ്തത്, വീഡിയോ അവിടെ പ്ലേ ചെയ്തു. ഞാൻ വിചാരിച്ചത് പുറത്തുനിന്നുള്ള ഒരു വിഷയം ആയതുകൊണ്ട് ചിലപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പുറത്തുണ്ടായ ഒരു കാര്യമാണല്ലോ, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം അകത്ത് കാണിക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് ഈ വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്യില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് എല്ലാ മത്സരാർത്ഥികളുടെയും മുന്നിൽ വെച്ച് രേണു സുധീരുടെ അടുത്ത് ഇത് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. രേണുവിന് ശരിക്കും ഉത്തരം മുട്ടിപ്പോയി. ഉത്തരം മുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയത് ഇതിന്റെ അതായത് ഓരോ നോമിനേഷനിൽ വരുമ്പോഴും ഇതിനുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് അവിടെ കോമഡി ആയത്. അതിന് ഉത്തരം പറയാനായിട്ട് രേണു സുധിക്ക് കഴിഞ്ഞില്ല. ലാലേട്ടൻ വീണ്ടും ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് തലയാട്ടി. അതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിലും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 1ാമത് 2ാമത് 3ാമത് എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒട്ടുമിക്കതും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിത് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് നേരെ വൈകിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ വന്നത് പോലും. ഫ്ലൈറ്റ് പോലും മിസ്സാവേണ്ടതായിരുന്നു എന്നാണ് രേണു തന്നെ പറഞ്ഞത് കേട്ടോ. സത്യമാണെന്നൊന്നും നമുക്കറിയില്ല, കാരണം പല കാര്യങ്ങളും നുണ വിളിച്ച് പറയുന്നുണ്ട്. സത്യം ഏതാ നുണ ഏതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇത് സത്യമാണോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള നാടകം തോന്നിയത്. ഇപ്പൊ ലാലേട്ടൻ അത് ചോദിച്ചു. സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ലാലേട്ടൻ അത് ചോദിച്ചു അത് അവിടെ അവസാനിച്ചു. അതിനെ സീരിയസ് ആയിട്ട് വന്ന് നിന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന രേണു സുധീനെ കണ്ട സമയത്ത് എൻ്റെ പൊന്നോ, ഇത് കോമഡിയോ നാടകമോ അതോ അഭിനയമോ എന്നറിയാത്ത അവസ്ഥയായിപ്പോയി. അവിടെ വന്നിന്ന് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ പോലെ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ ഒരു കസിനാണിത് പറഞ്ഞത്. ഇനിയിപ്പോൾ ആ കസിൻ വീഡിയോ എടുത്ത് വെച്ചതാണ്, അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഇത് സീരിയസ് ആയിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഏത്തിടല്, എൻ്റെ പൊന്നോ, എനിക്കിതിന് ഏത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല പോലും. ഇതെന്താ കുഞ്ഞുകുട്ടികൾ ചെയ്യുന്ന പോലെ ചെറിയ കാര്യമാണല്ലോ അവിടെ വലിയ തെറ്റായിട്ട് ചെയ്തു വെച്ചിട്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ ഏത്തിട്ടേക്കാത്ര, ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞതാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ ഏത്തിട്ടേക്കാത്ര. എനിക്കിത് കണ്ട സമയത്തേ എന്ത് കാട്ടായി കാണിക്കുന്നത് തോന്നിപ്പോയിട്ടോ. എൻ്റെ പൊന്നു രേണു, കുറച്ചൊക്കെ സാമാന്യ ബോധത്തോടെങ്കിലും ചിന്തിക്കാനായിട്ട് പറയാനാണ് തോന്നിയത്.
അവിടെ കുറെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ പോയി കഴിഞ്ഞാൽ. ഇതൊക്കെ സഹിക്കാം എന്നുള്ളവർ മാത്രമേ ബിഗ് ബോസ് എന്നുള്ള ഷോയിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് അവിടെ നോക്കുകുത്തിയായിട്ട് ഇരിക്കാനായിട്ട് പോയിട്ട് കാര്യമില്ല. ഈ നോക്കുകുത്തിയായിട്ട് അവിടെ പോയി ഇരുന്ന് ഒരാഴ്ച നിന്നിട്ട് ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്, നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ വോട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അങ്ങ് പോസ്റ്റ് ചെയ്ത് വലിയ താരായിട്ട് വലിയ സംഭവമായിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് അത് ലാലേട്ടനെടുത്ത് ചോദിച്ച സമയത്ത് വന്ന് ഏത്തിടുന്നു. ഇനി ഞാൻ ചെയ്യില്ല അത്രേ. എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച മഹാനാണെങ്കിലും മഹതിയാണെങ്കിലും കൊള്ളാം. രേണു പറഞ്ഞത് മഹാനാണെന്നാണ്, എൻ്റെ ഒരു കസിനാണെന്നാണ് പറഞ്ഞത്. എന്തായാലും കസിനെ ഇത്രയും ബുദ്ധി വല്ലാത്തൊരു ബുദ്ധിയായി പോയി. എന്തായാലും രേണുസുതിയുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യമല്ല എന്നാണ് രേണു ഇതിൽ പറഞ്ഞത്. കസിന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ കസിനെ ഇതുപോലെ ആ കൊച്ചിനെ കൊണ്ടുവന്ന് കുഴി ചാടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അല്ലാണ്ട് തന്നെ അത് കുഴിന്ന് കയറാനായിട്ട് പാടുപെടാണ്. അല്ലാണ്ട് തന്നെ ഉണ്ട് അത്യാവശ്യം ചീത്തപ്പേരും മോശപ്പേരും അതുപോലെ നല്ല പേരും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. അതുകൂടാണ്ട് ഈ പെക്കൊച്ചിനെ കയറിയിട്ട് ഇതിലും വലിയ കുഴിയിലേക്ക് കൊണ്ട് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇതുവരെ ഏതെങ്കിലും ഒരു സീസണിൽ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 6 സീസൺ കഴിഞ്ഞിട്ട് ഈ 6 സീസണിൽ ആരെങ്കിലും ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്ന വീഡിയോ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ടൊക്കെ വേണ്ട ചെയ്യാനായിട്ട്. ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന രേണുസുധീനെ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് സഹായിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് കസിനാണോ PR ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്ക് മറ്റൊരു സംശയമുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കസിൻസ് ഇപ്പോൾ ആരാണെന്ന് നമ്മുടെ അടുത്ത് പറയത്തില്ലല്ലോ PR ആണോ കസിനാണോ എന്നുള്ള കാര്യം. എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതൊരു PR പണിയാണോ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിക്ക് വേണ്ടി PR എടുക്കാനായിട്ട് ഇപ്പോൾ കുറേ പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊന്നല്ല, കുറച്ചധികം പേരുണ്ട് PR പണി ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ. യൂട്യൂബേഴ്സ് വരെ ഉണ്ട് PR പണി ഏറ്റെടുത്തിട്ടുള്ളവർ. അവരുടെ പണിയാണോ രേണുസുധിനെ ഈ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിച്ചത് എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും PR-കളാണെന്നുണ്ടെങ്കിൽ കാശും വാങ്ങിയിട്ട് ഇങ്ങനെ പണി പറ്റിക്കാൻ പാടില്ലായിരുന്നു ആ പാവം കൊച്ചിന്. അതിന് സാമാന്യ വിവരം ബോധത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. കൊച്ചിനെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ബോണ്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. അല്ലാതെ നമുക്ക് പേഴ്സണൽ ക്രെഡിറ്റ്സ് ഒന്നുമില്ല. ഇതിപ്പോൾ അതിനെ പറ്റിച്ചതോ പറഞ്ഞു പറ്റിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടത്തിയാക്കിയതോ ആണെന്നുണ്ടെങ്കിൽ കഷ്ടമുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിഗ് ബോസ് എന്നുള്ള ഷോനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഷോ ആണെന്നൊന്നും മനസ്സിലാക്കാണ്ട് വന്നു കയറിയതാണ് ആ രേണുസുധി എന്നുള്ളത്. ആ ഷോയിൽ ഇപ്പം നിൽക്കുന്ന ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ആളെ കറക്റ്റായിട്ട് പറഞ്ഞു പറ്റിച്ച് വീഡിയോ എടുപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്തി എന്ന് വേണം പറയാൻ. നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണാനായിട്ട്. അതായത് ഒരു വീക്കിലത്തെ മുഴുവൻ എപ്പിസോഡും കാണാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ്. അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് ജനങ്ങൾ കാണുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ രേണുസുധിയുടെ അടുത്ത് ഇത് ചോദിച്ചതിലൂടെ ഇത് അറിയാത്തവരും, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ വീട്ടിലിരുന്ന് ബിഗ് ബോസ് എന്നുള്ള ഷോ കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരും കൂടി ഈ സംഭവം അറിഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം രേണുസുധിക്ക് എന്താണ്ടായത്, പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആരാണ് കൊണ്ടുവന്ന് കുഴി ചാടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ചാടിച്ച ആള് വളരെ നല്ല കാര്യമാണ് രേണുസുധിയോട് ചെയ്തത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ലാലേട്ടൻ ഈ വീക്ക് വന്നിട്ട് എല്ലാവരോടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും സീരിയസ് ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അവിടെ വീക്കെൻഡിൽ വരുന്ന സമയത്ത് ലാലേട്ടൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുമെന്ന് പറഞ്ഞതുപോലെ തന്നെ വീക്കെൻഡിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അക്ബറിന്റെ അടുത്ത് വന്ന് ആ രേണുസുധിനെ വിളിച്ച പേരിനെ കുറിച്ചൊക്കെ ചോദിച്ച് ശരിക്കും ശകാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചു. വളരെ മോശമായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ രേണുസുധിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളതാണ് ശിക്ഷയായിട്ട് അവിടെ കൊടുത്തത്. അത് തീർച്ചയായും അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ തന്നെയാണ്. രേണുവിന്റെ അടുത്ത് ഒന്ന് താഴ്ന്നു നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതെന്തായാലും ഒരു ശിക്ഷ തന്നെയാണ്. അത് ഒരിക്കലും ശിക്ഷയല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആദില നൂറയ്ക്കും നല്ലത് കേട്ടിട്ടുണ്ട്. ഇട്ട പേരിന് അനീഷിനെയാണ് പേരിട്ടത്. ആ ഇട്ട പേരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മോശമായി പോയി എന്ന് അവരൊട്ടും സമ്മതിച്ചില്ല. ഞങ്ങൾ ആ പേരിന് അർഹനാണ് എന്ന് കുറച്ചെങ്കിലും വിചാരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം ഫയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഫയറൊക്കെ. ലാലേട്ടൻ കൃത്യമായ എല്ലാ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലായിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം, കൂടുതൽ നന്നായി ചെയ്യണം എന്നൊക്കെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ബിഗ് ബോസിലേക്ക് ഒരു റോബോട്ട് വരുന്നുണ്ട് എന്നാണ് ലാലേട്ടൻ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്തായാലും ഈ റോബോട്ട് വന്നിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം. ഇതൊക്കെയാണ് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറഞ്ഞില്ല. എന്നിരുന്നാലും ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ രേണുസുധിയുടെ കാര്യമായതുകൊണ്ട് അതാണ് ഞാനിവിടെ സംസാരിച്ചത്.